നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ. പ്രിയരെ, വീണ്ടും ഒരു വായനാ ദിനവും അതേ തുടർന്ന് വായനാ പക്ഷാചരണവും എത്തുകയായി. ഈ അന്തർദേശീയ വായനാ ദിനത്തിൽ നാം വായന നൽകിയ അനുഭവങ്ങളെക്കുറിച്ചും ബോധനിർമ്മിതികളെക്കുറിച്ചും ഓർത്തെടുക്കുകയാണ്. അറിവുകളെ തിരിച്ചറിവുകളാക്കി മാറ്റാൻ വായനയ്ക്ക് സാധ്യമാവും എന്നത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് കണ്ടെടുക്കുകയും അവ പിൻതലമുറയ്ക്കായി കരുതി വയ്ക്കുകയും ചെയ്തവർ അവരുടെ സുഹൃതങ്ങളെ നമുക്ക് ഓർത്തെടുക്കാം, പിന്തുടരാം. ഈ തിരിച്ചറിവുകളുടെ ദിനത്തിൽ വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ അക്ഷരങ്ങളാണ് വഴിവിളക്കുകളെന്നും അവ ദിശാസൂചകങ്ങളാണെന്നും പറഞ്ഞു പഠിപ്പിച്ച ഗുരുവരരെ സ്മരിച്ച് അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ ഏഴാമത് ഊഴം തുടങ്ങുകയായി. ഇന്ന് ഈ തുടക്ക ദിനത്തിൽ നമുക്കൊപ്പമുള്ളത് മലയാള സാഹിത്യത്തിൽ കഥകളും നോവലുകളും കൊണ്ട് വ്യക്തമായ ഇടം നേടിയ പി.വി. കുഞ്ഞികൃഷ്ണൻ എന്നു പേരായ പനയാൽ മാഷാണ്. കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്ന് മലയാള സാഹിത്യ തറവാട്ടിലേക്ക് ഇദ്ദേഹം നടന്നു കയറിയത് കഥാപാത്രങ്ങളുടെ കരുത്തിൻ്റെ പിൻബലത്താലായിരുന്നു. നാട്ടിൻപുറത്തെ ജീവിതത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിത കാഴ്ചകളെ വാക്കുകളുടെ പിൻബലത്താൽ അനുവാചകന്റെ ചിന്തകളെ പൊള്ളിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ പനയാൽ സാറിന് ഒരു പ്രത്യേക കഴിവുണ്ട്. തെയ്യവും കമ്പളവും പുകയില കൃഷിയും നാടിൻ്റെ ദുരന്തങ്ങളുമൊക്കെ പലവൊരു കൃതികളിൽ ചർച്ചാ വിഷയമാക്കിയത് ജനജീവിതവുമായി ഇദ്ദേഹം ഇഴകിച്ചേർന്നതുകൊണ്ട് മാത്രമാണ്. മനുഷ്യൻ്റെ പച്ചയായ ജീവിത അവസ്ഥകളെ സ്വീകരണമുറിയിലെ വിൽപ്പന ചരക്കുകളാക്കി വയ്ക്കുന്ന പുതിയ കാലത്തിൻ്റെ കാഴ്ചപ്പാടുകളെ നിശിതമായി വിമർശിക്കുന്ന ഈ എഴുത്തുകാരൻ എക്കാലവും മനുഷ്യപക്ഷത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മുഖമാസികയായ ഗ്രന്ഥാലോകത്തിൻ്റെ ചീഫ് എഡിറ്റർ എന്നതിനപ്പുറം എഴുത്തിലൂടെ, കഥാപാത്ര സൃഷ്ടിയിലൂടെ, അധ്യാപനത്തിലൂടെ മലയാള സാഹിത്യത്തിൽ വ്യക്തമായ ഇടം നേടുകയും ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടുകയും ചെയ്ത ഈ കാസർഗോട്ടുകാരനാണ് ഈ ഊഴത്തിലെ അക്ഷരങ്ങളിൽ എൻ്റെ നാടിന് തുടക്കം കുറിക്കുന്നത്. വായനയെക്കുറിച്ച്, എഴുത്തിനെക്കുറിച്ച്, അവ നൽകിയ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് സാറിൻ്റെ വാക്കുകളിലൂടെ കേട്ടെടുക്കാം. അക്ഷരസ്നേഹികളെ, വായനയ്ക്ക് വേണ്ടി കുറച്ച് ദിവസങ്ങൾ നാം നീക്കിവയ്ക്കുകയാണ്. ടി.എൻ. പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ ഐ.വി. ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെ ഇന്നാണ് തുടക്കം. വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന് ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങൾ ഇതിനകം ചെയ്തു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് അക്ഷരങ്ങളിൽ എൻ്റെ നാട് എന്ന തലക്കുറിയോടെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ വായനാനുഭവങ്ങൾ ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന ഈ ശബ്ദോത്സവം. ഇന്ന് കൊടിയേറുന്ന ഈ ഉത്സവം ജൂലൈ 7 കൊടിയിറങ്ങും. വായന കണ്ണുകളുടെ മാത്രം ഒരു പ്രവർത്തനമല്ല, മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും കൂട്ടായ പ്രവർത്തനമാണ്. മൗന വായനയാണെങ്കിൽ കൂടി ശബ്ദം കാതിൽ മുഴങ്ങുന്നതായി നമുക്ക് തോന്നും. പ്രത്യേകിച്ചും എഴുത്തുകാരനെ നമുക്ക് പരിചയമുണ്ടെങ്കിൽ. എം.ടി. വാസുദേവൻ നായരുടെ മഞ്ഞ് വായിക്കുമ്പോൾ കാശ്മീർ താഴ്വരയിലെ തടാകങ്ങളും യാത്രാ ബോട്ടുകളും അക്ഷരങ്ങൾക്ക് മുകളിൽ തെളിഞ്ഞു വരും. എം.ടിയുടെ ശബ്ദം കാതിൽ അലയടിക്കും. വരും വരും എന്ന പ്രതീക്ഷ നമ്മളുടെ മനസ്സിനെ ആർദ്രമാക്കും. യേശുദാസിന്റെ പാട്ട് കേൾക്കുമ്പോൾ കൺമുമ്പിൽ യേശുദാസ് തെളിഞ്ഞു വരും. അറിയാതെ നമ്മളെ വിരലുകൾ താളം പിടിക്കും. പുതിയ പുസ്തകമാണെങ്കിൽ അതിൻ്റെ ഗന്ധം നമ്മെ ഹരം കൊള്ളിപ്പിക്കും. ഷെർലോക്ക് ഹോംസിന്റെ നോവലുകൾ വായിക്കുമ്പോൾ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും.
ആരോഗ്യ നികേതൻ വായിക്കുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ വികസിക്കും. മരണം ഒരു നർത്തകിയുടെ രൂപത്തിൽ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടും. ശരീരം മുഴുവൻ വായന എന്ന പ്രക്രിയയിൽ പങ്കെടുക്കും. വായന അറിവിനപ്പുറം തിരിച്ചറിവിനുള്ള ഉപാധിയായി മാറും. വായനക്കാരൻ ഉപഭോക്താവല്ല, കൃതിയുടെ സൃഷ്ടാവാണെന്ന് റൊളാങ് ബാർത്ത് പറഞ്ഞിട്ടുണ്ട്. രാമകഥ പല നാടുകൾ, പല ദേശങ്ങൾ, പല രാജ്യങ്ങൾ കടന്നുപോയപ്പോൾ അവരെല്ലാം ഓരോ രീതിയിലാണ് അത് വായിച്ചത്. ഗ്രന്ഥാലോകം മാസികയുടെ ജൂലൈ രക്തത്തിൽ അതിർത്തികൾ ഭേദിച്ചപ്പോഴുള്ള രാമകഥാരചനയുടെ പ്രത്യേകതകൾ വായനക്കാരുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയോ രാമായണമുണ്ടായി. കാഫ്കയുടെ മെറ്റമോർഫോസിസ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വായിച്ചത് ആത്മീയവും ധാർമ്മികവുമായ ഉള്ളടക്കമുള്ള അന്യാപദേശ കഥയായിട്ടാണ്. എന്നാൽ ബൃഹത്ത് വായിച്ചത് അതിലെ ബോൾഷെവിസമാണ്. ജീർണിച്ച ബൂർഷ്വാ മൂല്യങ്ങളുടെ ഉപോൽപ്പന്നമായിട്ടാണ് ലൂക്കാസ് അതിനെ വായിച്ചത്. ഫിദൽ കാസ്ട്രോ ഒരു അഭിമുഖത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറയുകയുണ്ടായി: പെട്ടെന്നൊരു ദിവസം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്റെ കയ്യിൽ വന്നു ചേർന്നു. ഒരിക്കലും മറക്കാനാവാത്ത കാര്യങ്ങൾ ഞാനതിൽ വായിച്ചു. എത്ര കൃത്യമായ എഴുത്ത്, എത്ര സത്യം! എല്ലാം ഞങ്ങളുടെ ദൈനംദിന ജീവിതാനുഭവങ്ങൾ. കാനനത്തിലെ അകപ്പെട്ടു എന്ന് മനസ്സിലാക്കാതിരുന്ന മൃഗത്തെ പോലെയായിരുന്നു അപ്പോൾ ഞാൻ. എന്നാൽ മാനിഫെസ്റ്റോ വായിച്ചതോടെ വനത്തിന്റെ ഭൂപടം കയ്യിൽ കെട്ടിയ പ്രതീതിയുണ്ടായി. 1866 ജനുവരി 7 ക്യൂബയിലെ എൽ ഫിഗറോ സിഗാർ കമ്പനിയിലെ തൊഴിലാളികൾക്കായി മാർട്ടിനസ് എന്നയാൾ മുൻകൈയെടുത്ത് ഉറക്ക വായന ആരംഭിച്ചു. എഴുത്തും വായനയും അറിയുന്ന ഒരാളെ വായനക്കാരനായി ലെക്ചർ തെരഞ്ഞെടുക്കുകയും മറ്റു തൊഴിലാളികൾ അയാൾക്കുള്ള ശമ്പളം നൽകുകയും ചെയ്യുന്നതാണ് രീതി. ഏറെ താമസിയാതെ ഈ സമ്പ്രദായം മറ്റു ഫാക്ടറികളിലേക്കും വ്യാപിച്ചു. തൊഴിലാളികൾ രാഷ്ട്രീയ ബോധമുള്ളവരായി. വായനയുടെ അപകടം തിരിച്ചറിഞ്ഞ അന്നത്തെ ക്യൂബൻ ഗവർണർ 1866 മെയ് 24 വായന നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി. 1869 ക്യൂബയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ തൊഴിലാളികൾ ഉറക്ക വായന അവിടെ നടപ്പാക്കി. തൊഴിലാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ അലക്സാണ്ടർ ഡ്യൂമിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ പണിശാലയിൽ ഉറക്ക വായനയ്ക്ക് വിധേയമാക്കി. ഈ വായന രീതി പിൽക്കാലത്ത് നമ്മുടെ ദിനേശ് ബി ഡി കമ്പനിയിലേക്കും എത്തി. തീവ്രമായ അനുഭവവും ആഴമേറിയ വായനയും ജനസിദ്ധമായ സർഗശേഷിയും ഒടുങ്ങാത്ത ലക്ഷ്യബോധവുമാണ് ഒരാളെ എഴുത്തുകാരനാക്കി മാറ്റുന്നത്. ലോകപ്രശസ്ത ചെറുകഥാകൃത്ത് ചെക്കോവിന്റെ എഴുത്തും ജീവിതവും എഴുത്തുകാർക്കും വായനക്കാർക്കുമുള്ള പാഠപുസ്തകമാണ്. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യവും ഭൂമിയുടെ അറ്റം വരെയുള്ള സഞ്ചാരത്തിലൂടെ അദ്ദേഹത്തിന് അടുത്തറിയാൻ കഴിഞ്ഞു. പ്രതിലോമ സാഹചര്യങ്ങളെയെല്ലാം തട്ടിമാറ്റിക്കൊണ്ടാണ് ചെക്കോവ് തന്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചത്. കുടുംബത്തിൽ കടുത്ത ദാരിദ്ര്യമായിരുന്നു, ക്ഷയരോഗിയായിരുന്നു. ഈ പ്രതിബന്ധങ്ങളെയെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് അദ്ദേഹം ഒരു ഡോക്ടറായി. രോഗികളെ ചികിത്സിക്കുക ഒരു സാമൂഹ്യ സേവനം മാത്രമായിരുന്നു അദ്ദേഹത്തിന്. വൈദ്യവൃത്തിയേക്കാൾ സാഹിതി സബരിയോടുള്ള താല്പര്യമാണ് ചെക്കോവിൽ മുന്നിട്ടതുണ്ട്. കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ കഥകൾ എഴുതണമെങ്കിൽ ദേശസഞ്ചാരം കൂടിയേ കഴിയൂ എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഏതോ ഒരു കോണിലിരുന്നു കൊണ്ട് മനുഷ്യനെന്ന വികാരത്തെ ചോരയിൽ അലിയിപ്പിച്ചെടുക്കുക പ്രയാസമായിരിക്കും. ഏതാണ്ട് 2000 മൈൽ ദൂരെയുള്ള റഷ്യയുടെ ഒരറ്റത്ത് തൂങ്ങിക്കിടക്കുന്ന സഖാലിൻ ദ്വീപിലേക്ക് യാത്ര ചെയ്യാൻ ചെക്കോവ് തീരുമാനിച്ചു. ഭൂമിയിലെ നരകമാണ് സഖാലിൻ ദ്വീപ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. സർ ചക്രവർത്തി രാജഭരണത്തെ ചോദ്യം ചെയ്തവരെയെല്ലാം നാടുകടത്തിയത് അവിടേക്കായിരുന്നു. സൈബീരിയയിലേക്ക് അന്ന് റെയിൽപാത ഉണ്ടായിരുന്നില്ല. അപകടകരമായ ഈ യാത്രയിൽ നിന്ന് പിന്തിരിയാൻ സുഹൃത്തുക്കളെല്ലാം അദ്ദേഹത്തെ ഉപദേശിച്ചു. ഫലമുണ്ടായില്ല. ക്ഷയരോഗിയെ ആയ ചെക്കോവ് മഞ്ഞുറഞ്ഞു കിടക്കുന്ന സൈബീരിയയിൽ നിന്ന് തിരിച്ചു വരുമോ എന്ന് സുഹൃത്തുക്കളും ആരാധകരും ആശങ്കപ്പെട്ടു. സൈബീരിയയിലേക്ക് ഏതാണ്ട് അടുത്തുവരെ തീവണ്ടിയിൽ സഞ്ചരിച്ചു. അവിടെ നിന്ന് കപ്പലിൽ, പിന്നെ തപ്പാൽ കുതിരവണ്ടിയിൽ കുലുങ്ങിയുള്ള ദീർഘയാത്ര. സൈബീരിയയിലെ നദികൾ കടക്കലായിരുന്നു ഏറെ പ്രയാസം. മഞ്ഞുരുകി പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം, അസ്ഥി തുളച്ചു കയറുന്ന തണുപ്പ്, കാറ്റും മഴയും എല്ലാം സഹിച്ചുകൊണ്ട് ചെക്കോവ് മുന്നേറി. 1890 ഏപ്രിൽ മാസത്തിലാണ് ചെക്കോവ്
യാത്ര തിരിച്ചത്. 6 മാസം നീണ്ടുനിന്ന പര്യടനത്തിൽ ചെക്കോവ് ഹൃദയഭേദകമായ ഒട്ടേറെ കാഴ്ചകൾ കണ്ടു. ഒരു കൃഷിക്കാരൻ ചെക്കോവിനോട് പറഞ്ഞു, സൈബീരിയയിൽ സത്യമെന്നൊന്നില്ല, ഉണ്ടായിരുന്നെങ്കിൽ അത് മഞ്ഞിൽ മരവിച്ച് മരണമടഞ്ഞിട്ടുണ്ടാകും. സത്യാവസ്ഥ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നതാണ് നിങ്ങളുടെ കർത്തവ്യം. കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടവരും നാടുകടത്തപ്പെട്ടവരുമായി ചെക്കോവ് അവരുമായി സഹവസിക്കുകയും അവരുടെ ദുഃഖാനുഭവങ്ങളിൽ പങ്കുകൊള്ളുകയും ചെയ്തു. ഒരു സുഹൃത്തിന് അദ്ദേഹം എഴുതി, പട്ടിണി കിടക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു, വയറ്റുപിഴപ്പിന് ശരീരം നിൽക്കുന്ന കുട്ടികളെ കണ്ടു. കുറ്റം ചെയ്യാനുള്ള അന്തരീക്ഷം മാത്രമാണ് കുട്ടികൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം. 1890 ഒക്ടോബറിൽ അദ്ദേഹം സൈബീരിയയോട് യാത്ര പറഞ്ഞു. കപ്പൽ വഴിയായിരുന്നു തിരിച്ചുവരവ്. വരും വഴി ശ്രീലങ്കയിലേക്കും ഇന്ത്യയിലേക്കും വന്നു. വായന ഇതിവൃത്തമാക്കി ലോകത്തിൽ ഇന്നേ വരെ എഴുതപ്പെട്ട ഏറ്റവും മനോഹരമായ കഥയാണ് ചെക്കോവിന്റെ ദ ബെറ്റ്, പന്തയം അല്ലെങ്കിൽ വാതുവയ്പ് എന്ന് മലയാളത്തിൽ പറയാം. ആ കഥ തീർച്ചയായും കുട്ടികൾ വായിച്ചിരിക്കേണ്ടതാണ്. മുതിർന്നവർ ഏതാണ്ട് ആ കഥ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ബാങ്കർ ആണ് അതിലെ മുഖ്യ കഥാപാത്രം. ബാങ്കറിന്റെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു അഡ്വക്കേറ്റ്, ഒരു അഭിഭാഷകൻ വരികയാണ്. ഏതാണ് നല്ലത്, ജീവപര്യന്തമാണോ അല്ലെങ്കിൽ വധശിക്ഷയാണോ? ഇതിൽ അവർ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ജീവപര്യന്തമാണ് ഏറ്റവും മികച്ചത് എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു. അപ്പോൾ ബാങ്കർ അതിനെ അതിശക്തമായി ഖണ്ഡിച്ചു. ഞാൻ ബെറ്റ് വയ്ക്കുന്നു, 2 മില്യൺ റൂബിൾ തരാൻ. ഒറ്റയ്ക്ക് ഒരു മുറിയിൽ നിങ്ങൾക്ക് 5 വർഷം കഴിയാൻ സാധിക്കുമോ? സാധിക്കും. 5 വർഷത്തേക്കല്ല, 15 വർഷത്തേക്ക് എന്ന് അഭിഭാഷകൻ പറഞ്ഞു. ബാങ്കർ വക്കീലിന്റെ വാദം സ്വീകരിച്ചു. ഈ സുഹൃത്തുക്കളെ എല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. 2 മില്യൺ റൂബിൾ, 15 വർഷം തികയുന്ന ആ ദിവസം നിങ്ങൾക്ക് ആ പണം കിട്ടിയിരിക്കും. തോട്ടത്തിലാണ് അഭിഭാഷകന് അടച്ചുറപ്പുള്ള മുറിയുണ്ടാക്കിയത്. മറ്റൊരു മനുഷ്യനെ കാണുന്നതിനോ വർത്തമാന പത്രങ്ങൾ വായിക്കുന്നതിനോ അനുവാദമില്ലായിരുന്നു. പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഒരു ജനൽ. അതിലൂടെ അയാൾക്ക് പുസ്തകങ്ങളും സംഗീതത്തിന്റെ റെക്കോർഡുകളും വീഞ്ഞും പുകയിലയും ആവശ്യപ്പെടാം. എഴുതി കൊടുക്കുന്ന കുറിപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുസ്തകങ്ങൾ വരിക. കഠിനമായ ഏകാന്തത. 1870 നവംബർ 16 തീയതി 12 മണിക്ക് അയാളുടെ തടവ് ജീവിതം ആരംഭിച്ചു. അവസാനിക്കേണ്ടത് 1885 നവംബർ 14 രാത്രി 12 മണിക്ക്. 2 മിനിറ്റ് മുമ്പെങ്കിലും അയാൾ തലവറയിൽ നിന്നിറങ്ങിയാൽ അയാൾക്ക് കൊടുക്കേണ്ട 2 മില്യൺ റൂബിൾ കൊടുക്കാതിരിക്കാം. 1875 നവംബർ 14 തീയതി 12 മണിക്ക് ബാങ്കർ ആ മുറിക്ക് അടുത്തുപോയി നോക്കി. അതിനകത്ത് ആ അഭിഭാഷകൻ ഉണ്ടായിരുന്നില്ല. പകരം ജനാലയ്ക്കൽ ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബാങ്കർ കത്തെടുത്തു നോക്കി. അതിൽ അഭിഭാഷകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കഴിഞ്ഞ 15 വർഷമായി ലോക ജീവിതം എന്താണെന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. താങ്കൾ എനിക്ക് തന്ന പുസ്തകങ്ങളിലൂടെ ഞാനെല്ലാം പഠിച്ചു. ആ പുസ്തകങ്ങളുടെ കഥകൾ എന്റെ തലച്ചോറിന് ആവശ്യത്തിലേറെ സമീകൃത ആഹാരം നൽകി. പുസ്തകങ്ങളിലൂടെ സ്വായത്തമാക്കുന്ന അപൂർവമായ അറിവ്. എല്ലാം ഒന്നുമല്ലാതായിത്തീരുന്ന ഒരു നിമിഷമുണ്ട്. മരണം നിങ്ങളെ ഒന്നുമല്ലാതാക്കുന്നു. ഭൂമിയിലുള്ളതൊന്നും ശാശ്വതമല്ലെന്ന് മനുഷ്യരെന്നിട്ടും തിരിച്ച് അറിയുന്നില്ല. നിങ്ങൾ എനിക്ക് നൽകേണ്ട 2 മില്യൺ റൂബിൾ ഞാൻ സമ്പാദിച്ച അറിവുകൾക്ക് മുമ്പിൽ ഒന്നുമല്ല. അതുകൊണ്ട് കരാർ അവസാനിപ്പിക്കാൻ കേവലം 5 മണിക്കൂർ ബാക്കി നിൽക്കെ ഞാൻ പോകുന്നു. താങ്കളുമായി ഉണ്ടാക്കിയ കരാർ ലംഘിക്കുന്നു. ഉറങ്ങാനാവാതെ ബാങ്കർ തന്റെ കിടക്കയിൽ വീണ് വിങ്ങി കരഞ്ഞു. കഴിഞ്ഞ 15 വർഷമായി ലോക ജീവിതത്തിന്റെ പൊരുൾ പുസ്തകങ്ങളിലൂടെ ഞാൻ പഠിക്കുകയായിരുന്നു. അതുവരെ ഞാൻ ലോകം ചുറ്റി നടന്നു. പക്ഷെ താങ്കൾ നൽകിയ പുസ്തകങ്ങളിലൂടെ ഞാനെല്ലാം കണ്ടു. അതിലൂടെ ഞാൻ മധുരമായ പാട്ടുകൾ ആസ്വദിച്ചു. സൗന്ദര്യം എന്റെ മുറിയിൽ മഴ പോലെ പെയ്തു. ഓരോ മഴത്തുള്ളിയിലും കവിതയായിരുന്നു. ഈ അനുഭവങ്ങൾ അടുത്ത ഏതാനും ദിവസങ്ങളുടെ പുസ്തക വിചാരങ്ങളിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ 20 ജീവിതാനുഭവങ്ങളെ ചേർത്തുവെച്ച് വിനു പിയും നിയാസ് കരീമും ചേർന്ന് എഴുതിയ മരണക്കൂട്ട്, ഒരു ശവം വാരിയുടെ ആത്മകഥ എന്ന കൃതിയെ മികച്ച വായനക്കാരനും അംബേദ്കർ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ലൈബ്രറിയനുമായിരുന്ന അരുൺ വടക്കേ വീട് അവതരിപ്പിക്കുന്നു.
അക്ഷരങ്ങളിൽ എന്റെ നാട്, ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 7ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ.